ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോപ്രസാൻ. Let's rock and roll. Blockbuster partner YG, co-powered by Dr. Moms, cosmetic partner Dazzler Echena. And breakfast partner Easter. ഒരു ടീം എവിടെ മാത്രം? അതെ, ശരിക്കും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നല്ലേ? അതെ, രണ്ടുപേരും ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ അപ്പുറം ഇപ്പുറം രണ്ട് കള്ളന്മാർ നിർത്തിയ പോലെ. എന്നെ മാത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നേക്കാൾ മുമ്പ് താറടി കാണിക്കാൻ നമുക്ക് ആദ്യം പരിചയപ്പെടുത്താം. നമ്മുടെ ടീം എയിലേക്ക് എത്തിയിരിക്കുന്നു അലക്സാണ്ട്ര ആൻഡ് രഘു. ഈ രഘുവിനെ പറ്റി ആദ്യം പറയാം. RJ രഘു ആയിരുന്ന കാലത്ത് ഒരുപാട് റേഡിയോ പ്രോഗ്രാമിലൂടെ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, മാത്തൂനെ ഇന്റർവ്യൂ ചെയ്തു, എന്നെ പല പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം റെസിപ്പീസ് രഘുവിന് കൊടുത്തിട്ടുണ്ട്. സത്യമായിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഇനി അലക്സാണ്ട്രയെ പരിചയപ്പെടുത്താം. അങ്ങനത്തെ ഒരു പ്രത്യേക താല്പര്യം നിൽക്കാറ്. അലക്സാണ്ട്ര എയർ ഹോസ്റ്റസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്തു. വിക്കിപീഡിയയിൽ നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അല്ല, അങ്ങനെയൊന്നുമില്ല, അത് രഘു ഇങ്ങനെ നനച്ചുണ്ടാക്കി പറഞ്ഞതാ. ഇനി നമ്മള് ടീം സിയിലേക്ക് പോവാണെങ്കിൽ ശ്രേയ ആൻഡ് ഉണ്ണി. മാത്തു, ശ്രേയ അല്ല, ശ്രിയ ആൻഡ് ഉണ്ണി. താങ്ക് യു. നമ്മള് മുമ്പ് കണ്ടിട്ടുള്ള സമയത്തല്ല ശ്രീയുടെ ഡാൻസ് പെർഫോമൻസ് ഒന്നൊന്നര പൊടിയാണ്. അതാണ്, ഒരു രക്ഷയല്ല. കയ്യിൽ ഇപ്പോഴും അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ ഇപ്പോഴും കയ്യിൽ വെച്ചിട്ടില്ലേ? ഒരു മരത്തിന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ കേട്ടല്ലോ. അത് മാത്രമേ ഉള്ളൂ കയ്യിൽ. യെസ്. ഇനി ഉണ്ണിയിലേക്ക് വരികയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ട് റാപ്പ് വേണം. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ണി ഒരു റാപ്പ് പാടി. മാമലനാട് മലയാള നാട് മാവേലി വാണൊരു നാട് മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്ക് വിരിച്ചൊരു പോക്ക് കാടിളക്കി വരുന്ന മതയാന പയറ്റിന് ഞങ്ങൾ കൊണ്ട് ഉണ്ണിയാർച്ച ഭീഷണി വേണ്ട അത് മുതലാകൂല ഏഷണി കൂട്ടം നോക്കണ്ട വേഗൂല നരകത്തിൽ ഒരു തരി വെളിച്ച പതനത്തിലും തല ഉയർത്തിയ ചരിത്രം ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തെന്ന് കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല ചുമവിയും വെള്ളക്കില്ല മോനെ. ഹലോ, മലയാളം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളായിട്ടുള്ള രാജൻ പി ദേവിന്റെ മകനാണ്. ആ പുള്ളിക്കാരന് കലാകാരനാവാതെ ജനിക്കാൻ തരയില്ല. യെസ്. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരുടെയും മനസ്സിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ നടുക്കലത്തെ സ്ഥലം, അതായത് ടീം ബി, ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്? പറഞ്ഞു കൊടുക്കല്ലോ മാധു. ഈ സാധാരണക്കാരെ കൂടി ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ സാധാരണക്കാരായ 2 പേരാണ് ഇന്ന് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. എല്ലാവരും കൂടി തെരഞ്ഞെടുത്താണ് അവരെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. യെസ്. അതായത് പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ട് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് എത്തുന്നു റുക്സാന അനന്തു. അനന്തു അല്ല, അന്തു. കളിയും ചിരിയും ഇനി കൂടെ ഇനി ഇത് പടരുകയായി വിടാകെ ഇടതും വലതും ഇനി മാറി പടയുടെ മറുപടി പാട്ടൊലിയോ തലങ്ങും വിലങ്ങും ഇനി പാടാം ഒരു പിടി പണമത് പലഞ്ഞൊടി വാരാം തകില് കുടല് വിളി കേൾക്കാം ഇനി ഇത് അടിപൊളി കൊണ്ടാട്ടം. ഹലോ, ഇവൻ വീണ്ടും വന്നല്ലോ. എവിടെ പോയാലും സ്വസ്ഥത തരാമോ? ആ വീണ്ടും വന്ന് നിൽക്കുന്നു അമ്മയുടെ മോൻ. നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് നമ്മൾ ചില ആളുകളെ കണ്ടുമുട്ടെന്നൊക്കെ പറയുമല്ലോ. അവിടെ നിന്ന് നമ്മുടെ ജീവിതം നേരെ പോവാണെങ്കിൽ ആ വലത്തേക്ക് അല്ലെങ്കിൽ ഇടത്തേക്ക് അങ്ങ് ദിശ മാറി സഞ്ചരിക്കും. ഞാൻ എന്റെ കോളേജിൽ ആ ചെയർമാൻ ആയിരുന്ന കാലത്ത് നിങ്ങൾ 2 പേരും അവിടെ വന്നു, നിങ്ങളെ കണ്ടുമുട്ടി. ശരിക്കും ഐശ്വര്യ റായിക്കല്ലേ ഇത്ര ഐശ്വര്യം? അന്ന് എന്റെ ജീവിതം അവിടെ നിന്ന് മാറി. കാരണം അന്ന് കലിച്ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, ഉറപ്പായിട്ടും ഇവൻ എവിടെയെങ്കിലും എത്തൂടാ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതെ. അന്ന് ആ ഒരു വാക്കാൽ നേരെ ദൈവത്തിന്റെ അടുത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാനിപ്പോ ഈ ലെവൽ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു റേഡിയോ ജോക്കി എങ്കിലും ആകാൻ സാധിച്ചത് വലിയ സന്തോഷം. കല്ലു ഇതേപോലെ ഇവനോട് പറഞ്ഞാൽ ദുബായിൽ നിന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും എത്തുന്നു. പിറ്റത്തെ മാസം പണി പോയി ഞാൻ നാട്ടിലെത്തി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ വരിക, ഇവർ 2 പേരുടെ അനുഗ്രഹം മേടിക്കുക. സത്യമാണോ ഈ പറയുന്നത്? രക്ഷപ്പെട്ടിരിക്കും. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? എന്തെങ്കിലും എഫക്റ്റിലേ ഈ തലയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ഓറ, നിന്റെ തലയിൽ ഒരു ഓറ, എന്നിട്ട് നമ്മൾ 2 പേരും കൂടി ഇങ്ങനെ നിൽക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ പറഞ്ഞിട്ട് എനിക്ക് പോലും അത് തോന്നിപ്പോയി. റുക്സാന, ഇപ്പൊ ഒരുപാട് പേര് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് റുക്സാന എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്?
ഞാൻ ഈ പരിപാടി ആദ്യം മുതലേ കാണുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഫേസ്ബുക്ക് എടുത്തപ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചേരാൻ വേണ്ടിയിട്ട് കൊടുത്തു പ്രൊഫൈൽ. എന്റെ എല്ലാ ബയോഡേറ്റും പ്രൊഫൈലായിട്ട് കൊടുത്തു. അപ്പൊ അവര് കുറെ പേരെ സെലക്ട് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് ലാസ്റ്റ് സെലക്ട് ചെയ്തതാണ് ഞാൻ. ശരി, അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ തവണത്തെ റോക്ക് ആൻഡ് റോളിൽ ടീം ബി എന്ന് പറയുന്ന പട്ടം കിട്ടാൻ പോകുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണ്. രണ്ടുപേർക്കും ടീം ബിയുടെ സ്ഥാനത്തേക്ക് പോവാം. ചെലു. പാത്തു, നമ്മുടെ കോറം തികഞ്ഞ സ്ഥിതിക്ക്, നമ്മുടെ 3 ടീമുകൾ എത്തിയ സ്ഥിതിക്ക് എനിക്കൊരു ജോലിയുണ്ട്. അതെ, ഓരോ ലക്ഷം കൊടുത്തു 3 ടീമിനും. പാത്തു, കാശൊക്കെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാം. ആദ്യത്തെ റൗണ്ടിന്റെ പേരാണ് കുലുക്കിത്തക്കത്തൈ. നല്ല കാളക്കുട്ടനും കാളക്കുട്ടന്റെ പുറത്ത് കല്ലു ഇരിക്കുന്നുണ്ട്. ഹായ്, കല്ലുക്കുട്ടനും കാളക്കുട്ടനും. അടിപൊളി. കല്ലു, ഇത് കാളയാണ്, കുതിരയല്ല. മാത്തു, ഈ എപ്പിസോഡ് തീരുമ്പോഴേ ഈ സാധനം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നു. മാത്തു, ഇതെന്താ കളി? ഇതെന്താണ് കളി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഇവർക്കാണ്. അതായത് നിങ്ങളിൽ ഒരാൾ ഇതിന്റെ പുറത്ത് കയറും, ഈ കാളക്കൂത്തിന്റെ പുറത്ത് കയറും. ഇതിന്റെ മുതുകിൽ നമ്മൾ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ ഇംഗ്ലീഷിലാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇംഗ്ലീഷിലാക്കി എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകളുടെ യഥാർത്ഥ മലയാളം പാട്ട് നിങ്ങൾ അവിടെ നിന്ന് പാടുകയും. അപ്പൊ ഇതാണ് മത്സരം. റെഡിയാണല്ലോ എല്ലാവരും? പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പുറത്ത് കയറി ഇരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, കാളയ്ക്ക് ചിലപ്പോ ഓരടിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോ കുലുങ്ങിന്നോ കറങ്ങിന്നോ ഒക്കെ വരാം. അത് ഞങ്ങളുടെ കാര്യല്ലേ? എങ്ങനെ? അത് കാളയുമായി ബന്ധപ്പെട്ട കാര്യം. അതെങ്ങനെയാണ് കാണിക്കാൻ? കാളക്കുട്ട ഒന്ന് കാണിച്ചു കൊടുത്തേ. ഏതാണ്ട് ഇതാണ് സംഭവം. കല്ലു, വീട്ടിൽ കൊണ്ടോണെന്നല്ലേ പറഞ്ഞേ? കൊണ്ടോണ്ടാ? വേണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ എത്തുന്നു ടീം എ, അലക്സാൻഡ്ര ആൻഡ് രഘു. 3, 2, 1 രഘു. Liver, your hand hold on. ലിവർ, Liver, കരളെ, hand നിന്റെ hold on. കരളെ. അടിപൊളി. അലക്സാൻഡ്ര പൊളിച്ചു. കണ്ടു പഠിക്കടാ. അയ്യോ, lightning come down. മിന്നലേ, എടേ, നമ്മൾ ഉത്തരം പറയുന്നത് കാണുമ്പോ ചതിക്കാൻ നോക്ക്. Come baby, golden kiss gift. Come baby. 3 come, ഒരു baby. Yesterday my chest. Yesterday my chest. ഇന്നലെ എന്റെ നെഞ്ചിലെ Yes. കുഴി. I have one girl. I have one girl. I have one. എനിക്കൊരു പെണ്ണുണ്ട്. അടിപൊളി, അടിപൊളി. അടിപൊളി. ബ്ലാക്ക് ബ്യൂട്ടി 2-3 പൂച്ച എന്താ ഓടീന്റെ ചിഹ്നം. ബ്ലാക്ക് ബ്യൂട്ടി, വൈറ്റ് ബ്യൂട്ടി. ഇതെന്താണ്? ആരാണ് ഈ പാട്ട് എഴുതിയത് ഇവിടെ? അല്ല, അത് ഓ ഒന്ന് വായിച്ചാ. ബ്ലാക്ക് ബ്യൂട്ടി, ഓ വൈറ്റ് ബ്യൂട്ടി. പറയടി. ബ്യൂട്ടിയാണോ? പിന്നല്ലാണ്ട് Yes, yes. പറഞ്ഞ ടുഡേ മൈ ടിയേഴ്സ്. ഇന്ന് എന്റെ കണ്ണുനീർ. അല്ല, ടുഡേ മൈ ടിയേഴ്സ്. ടിയറാണോ? യുവർ മെമ്മറി. ഇന്ന് എന്റെ കണ്ണുനീർ. എന്റെ കണ്ണുനീർ. അതന്നെ ഓർമ്മ. ഇന്ന് ശരിയാണ്. എന്റെ കണ്ണുനീർ നിന്റെ ഓർമ്മയോ? അത് പാട്ടായിട്ട് പാട്. ഇത് ഏത് പാട്ട്? ഏതെങ്കിലും പാട്ടായിട്ട് പാട്. ഫ്ലൈറ്റിൽ മലയാളം പാട്ട് ഇട്ട് കൊടുക്കാറില്ല, അതാ പ്രശ്നം. ടുഡേ മൈ ടിയേഴ്സ്, യുവർ മെമ്മറി.
ഇന്ന് എന്നെ കണ്ണിൽ നിന്ന് നിന്റെ ഓർമ്മ. അയ്യോ ഫേമസ് പാട്ടാണ്. അവളെ ബേബിയാണ്, പുതിയ എന്നാ ബേബി. പാട്ട്? ഞാൻ പിന്നെ എടാ, ആദ്യത്തെ പാട്ടൊന്ന് പറഞ്ഞേ. ടുഡേ മൈ ഡിയർ, അത് വിട്, ആദ്യത്തെ പറ. വിൻഡ് കം ലൈക്ക് എ തീഫ്. Wind come like a trio. തീഫ് കള്ളൻ. കാറ്റ് വന്നു കള്ളനെ പോലെ. ഹാൻഡ് ബീറ്റ് ഗേൾ, ഹാൻഡ് ബീറ്റ് ഗേൾ. Hand beat girl. ഹാൻഡ് ബീറ്റ് ഗേൾ, ഹാൻഡ് ബീറ്റ് ഗേൾ. കയ്യടി. അതന്നെ കയ്യടി പെണ്ണാളെയോ? അതല്ല കുറച്ചുകൂടി. അതല്ല പാട്ടാണ്. കൈകൊട്ട് പെണ്ണ്, കൈകൊട്ട് പെണ്ണ്. Ten, വേഗം പറ, ആദ്യത്തെ പാട്ട് പറ. nine, ആദ്യത്തെ പാട്ട് ഇതുവരെ കിട്ടിയില്ലേ? eight, ലിവർ യുവർ seven, ഹോൾഡ് ഓൺ. ലിവറോ? six, മൂന്നാമത്തെ അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞതാ, Five. പറഞ്ഞതാ. ആ ലിവർ മൂന്നാമത്തെ three, ഗോൾഡൻ ഗിഫ്റ്റ്. two, കം അതന്നെ. one. ടൈം ഔട്ട്. എന്റെ പൊന്നോ. മധു, കല്ലു, ജഗുവിന്റെ പ്രകടനം ഒരു രക്ഷയില്ല. ജഗുവിന്റെ അടുത്ത് എനിക്ക് ഇന്ന് വരെ ഒരു ബഹുമാനം തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നുണ്ടല്ലോ, ഇന്ന് ബഹുമാനത്തിന്റെ മഴ. കല്ലു കറക്റ്റ് കാര്യം അറിയോ? എത്ര വട്ടം കറങ്ങിയാലുണ്ടല്ലോ രഘു പിടിച്ചു നിൽക്കും. അതാണ് അതിന്റെ ഒരു ഹരം. പിന്നെ എന്ന് മാത്രല്ല, രഘുവിന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു പങ്കാളിനെയാണ് കിട്ടിയത്. അലസാൻഡ്ര അതാണ് അങ്ങനെയൊന്നും പറയണ്ട. അലസാൻഡ്ര ഇങ്ങനെ- അസലായിട്ടുണ്ടാ. താങ്ക് യു, താങ്ക് യു. ഇനി ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നു ജനപ്രതിനിധികൾ. ടീം ബി. മാധു, Yes. നമ്മുടെ ശിഹാസേ, ആ ഈ കാളയുടെ പുറത്താണ് ഇരിക്കുന്നെങ്കിൽ കുതിരയുടെ പുറത്തിരിക്കുന്ന ഫീലിംഗില്ലടാ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാളപ്പുറത്തൊരു സിമ്പിൾ മത്സരം കഴിയുമ്പോ ബാക്കി പറയും. സംഭവം ലുക്ക് എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഫസ്റ്റ് അതിലാണ് അതിന്റെ ഇംപ്രഷൻ. 3, 2, 1 start. ഏസ് ഗെറ്റിംഗ് റെഡ് ടീത്ത് ബിറ്റിംഗ്. പറ ഏസ് ഗെറ്റിംഗ് റെഡ് ടീത്ത് ബിറ്റിംഗ്. നീ പോയോ അവിടുന്ന്? അടുത്ത വിത്തൗട്ട് ടെല്ലിംഗ്, വിത്തൗട്ട് ടെല്ലിംഗ്, വിത്തൗട്ട് നോയിങ്. യു ഗോ, യു ഗോ. Go away, stupid! In the house of my wife and daughter, you will not see any minute after today. ഇറങ്ങി പോടാ. കിട്ടിയില്ല? ഇല്ല, നീ പൊടി മീനാക്ഷി. നീ ഒരെണ്ണമെങ്കിലും പറച്ചേ ഒന്ന്. അടുത്ത പറ. പറ. അടുത്ത പറ. ഇങ്ങനെ മൊത്തം വായിക്കാൻ 10 മാത്രമേ ഉള്ളൂ. എന്നെ കണ്ട് രസിക്കാൻ നിർത്തിയിരിക്കുന്നല്ല അവിടെ. നീ പറ, ഉത്തരം പറ. അടുത്ത പറ. ഹായ് സൂപ്പർ. ഒരു മാറ്റമില്ലല്ലോ ഇവര്. ആ കിട്ടിയില്ലേ? ഇത് പറ. അടുത്ത പറ. You won. River caves me. You won. River caves me. അടിച്ചു വിട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ? പറയാണ്ടിട്ടാളാ. എടി, പാട്. നീ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അലസാണ്ടർ എനിക്ക് ഇതെന്ത് സാധനം ഒറ്റ പറയുന്നില്ല. On the first mountain. On the first mountain. Bharat nesting. On the first mountain. അടുത്ത തീർന്ന സാധനം ഇനി എവിടെ കൊണ്ടുവരാൻ പറയാം. പറയടി. അയ്യോ, എനിക്കറിയില്ല പാട്ട്. അടുത്ത പറ. അല്ല, ഇവരുടെ ഭാഷ എല്ലാ കട്ട ഇംഗ്ലീഷ് ആയത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ഹരിചന്ദ്രൻ മാധുചേട്ടനെ എഴുതിയ തോന്നുന്നത്. എനിക്ക് ചെറുതായിട്ട് ഒന്ന് സ്ലോ ആക്കി തരാം. ബേബി വൺ സ്റ്റോറി ടെൽ. ബേബി വൺ സ്റ്റോറി. Baby, one story tell. സ്ലോലി വൺ സിംഗ് യു. ബേബിയുടെ മലയാളം എന്താ? കുഞ്ഞ് ആ, കുഞ്ഞിന് വേറെ. ഇത് നടപടിയില്ല. കുഞ്ഞിന് വേറെ. കാര്യമില്ല. വേറെ. ഇൻസൈഡ് ദ ഏസ് ഏബൽ. ഇൻസൈഡ് ദ ഏസ് ഏബൽ. ഒരു വിദ്യാഭ്യാസം ഇല്ല നിനക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്നെ കാണാം.
നടപടിയില്ല. നമ്മള് പോയേക്കുവാ. എടാ. അല്ല, കളിക്കുന്നില്ല. പത്ത്, പറഞ്ഞേക്കാം. 9, എന്നെ കളിയാക്കല്ലേ ഞങ്ങൾ 8, 7, 6, 5, 4, എടി യു 3, 2, 1. അയ്യോ എന്റെ പൊന്നോ. ഇത്രയും നേരം വീഴാതെ പിടിച്ചെന്നൊരു വലിയ കാര്യമല്ലേ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഒരുപാട് പേര് നമുക്ക് കളിയാക്കല്ലേ. വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത ഒരാളാണ് റുക്സാന. Yes. പക്ഷേ ഉണ്ടല്ലോ, റുക്സാനയുടെ പ്രകടനം അത് കണ്ടിട്ട് നാട്ടുകാരെല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും. അതായത് റോക്ക് ആൻഡ് റോളില് ഇങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നടത്തിയിട്ടും 10ൽ 10ഉം തോറ്റ വേറൊരു ടീം ഉണ്ടായിട്ടില്ല. അതിന്റെ അഭിമാനം ഒരു കയ്യടി കൊടുക്ക്. ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം, അതിയായ സന്തോഷം. ചരിത്ര തോൽവി. ഇനി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ടീം സി. കല്ലു മാത്തു തുടങ്ങല്ലേ? ഓ മയിൽക്കുട്ടിയിൽ ഓന്തിരിക്കുന്ന പോലെ ആളവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി. എന്നാ പിന്നെ നമുക്ക് മത്സരം തുടങ്ങാം. ശ്രേയ റെഡി അല്ലേ? പിന്നെ അടിപൊളിയല്ലേ? പിന്നല്ല. ഒരു ഹരമൊക്കെ തോന്നുന്നില്ല അങ്ങനെ കയറി ഇരിക്കുമ്പോ. മതിയോ? 3, 2, 1 സ്റ്റാർട്ട്. My all isn't it? My all isn't it? എന്റെ എല്ലാം നീ Okay. എല്ലാം അല്ലേ. അയ്യോ, moonflower moon you. Moonflower moon you. Moon ചന്ദ്രൻ. അയ്യോ സോറി, moonflower moon you. അടുത്ത പറ. Moonflower moon you. മൂൺഫ്ലവർ Memories run play. മെമ്മറീസ് റൺ Play. പ്ലേ. Memories run play. ഓർമ്മകൾ ഓടിക്കളിക്കുക. ഇവാനെത്തുന്ന One lion wandering in forest. Eh? One lion wandering in forest. വൺ മാൻ വാണ്ടറിംഗ് ഇൻ One lion wandering lion. in forest. ഒരു സിംഹമലയും കാട്ടിൽ. Again someone dream. വായിക്കാൻ പറ്റുള്ള വീണോട്ടെ, കുഴപ്പമില്ല, ഒന്നും പറ്റൂല. Again and again someone dream. Again and again someone dream. എഗൈൻ ആൻഡ് എഗൈൻ സമ്മർ ഡ്രീമോ? വീണ്ടും ഒരു അയ്യോ again and again someone dream. എളുപ്പമുള്ള പാട്ട്. Age Again. has given us fish. Age has given us fish. Age has given us fish. ഏജ് ഹാസ് ഗിവൺ എ ഫിഷോ? Age എന്താ? ഏജ് വയസ്സ് പ്രായം. Age Age has given a fish. ഇത് പാട്ടാ. പ്രായം. Age പ്രായം. Age has given us fish എന്താ? പ്രായം അതെ അത്രയാണ് ചാൻസ് റാണി. കിട്ടി. Song singing and make you sleep. Singing and make you sleep. സോങ് സിംഗിങ് ആൻഡ് മേക്ക് യു സ്ലീപ്പോ? Ah. പാട്ട് പാടി ഉറക്കാൻ. Yes. You അടിപൊളി. are my dream or flower or moon. You are my dream or flower or നീ moon. എന്റെ One bird, twice bird. വൺ ബേർഡ് ട്വൈസ് ബേർഡാ? ഇരികിളി അതാണ്. You You are are my dream or my dream or flower or moon. നീ എന്റെ സ്വപ്നം. You are my dream or You are my dream. flower or moon. നീ എന്റെ സ്വപ്നമോ കാടോ പുഷ്പമോ ചന്ദ്രനോ ഒന്നമോ. You come rowdy. 4, 3, 2, 1. Time out. നല്ല രസമുണ്ട്. മൂന്നാമത്തെ ടീം മത്സരിച്ച് കഴിയുമ്പോ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കുന്നു. 6 പാട്ടുകൾ കണ്ടുപിടിച്ച ഇവരെ ജയിച്ച് ടീം എ 8 പാട്ടുകൾ. യെസ്, അപ്പൊ എന്തായാലും ടീം എ ഈ റൗണ്ടിന് വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. തരിപ്പ സിംഹാസനത്തിലേക്ക് പോകുന്നു. കിളിപ്പോയി. കല്ലു, സിംഹാസനവും കിരീടവും റെഡിയാണ്. രണ്ടിലും ഇരിക്കേണ്ടവർ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കളി തുടങ്ങാം. കളി തുടങ്ങാം. ആദ്യത്തെ പാട്ട് റെഡി? 3,
2 അതും പാട്ടാണ് 1 ഓ അതാ കഥ പറയാനോ ഉണ്ണികളെ ഒരു കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം കഥ പറയാം കഥ 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 ആ. ഉണ്ണികൾ ഒരു കഥ പറയാം കല്യാണം കണ്ടു കണ്ണാടി കയ്യിൽ കണ്ണാടി കയ്യിൽ കണ്ണാടി കൈ കണ്ണാടി കയ്യിൽ കണ്ണാടി കൂടും അല്ല കണ്ണാടി കയ്യിൽ കണ്ണാടി കയ്യിൽ കണ്ണാടി ആ പിന്നെ കയ്യിൽ കണ്ണാടി കൈ ആ പാട് പാട് കണ്ണാടി കയ്യിൽ ആ കല്യാണം കണ്ണാടി കൈ കല്യാണം ആ കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ കയ്യാത്ത് കണ്ണാടി കയ്യിൽ കല്യാണം കല്യാണം മംഗല്യം അല്ല കല്യാണം പറയുമ്പോ പറയല്ല കല്യാണം കല്യാണം കണ്ടോ കണ്ടോ കഴിഞ്ഞോ ആ കാലം പൂക്കാലം തെറിയല്ല പൂക്കാലം പൂക്കാലം മൂന്നാരം പൂ പൂ പുന്നാരം ആ. പുന്നാരം കിന്നാരം അല്ലടോ അല്ലടോ. പൂക്കാലം പുന്നാരം അല്ല പൂ 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 ആ. പൂമാനമേ അല്ലടോ പൂക്കാലം പൂക്കാലം വന്നു ആ. പൂക്കാലം ആ നീ വാവാമോ ഉണ്ണി വാ വാ. ശരിയാ ആ, അതന്നെ. ആ അതന്നെ ഏതോ വാർമുകിലിൽ അതാണ് ഭയങ്കര രാഗം ഏതോ വാർമുകിൽ ഏതോ വാർമുകിൽ വാന വാർമുകിൽ വാനം അല്ല വാനം മുകിൽ വാർമുകിൽ ആ ഏതോ ആ ബാക്കി പാട് എടീ ഞാൻ മരിക്കും തനിക്ക് ഏതോ മരിക്കും വാർമുകിൽ ആ ഓക്കെ ഓക്കെ ആ സിമ്പിളാണ് അയ്യോ ഓലത്ത കയ്യൊക്കെ എടുത്ത് കാണിച്ചു ആക്ഷൻ ഏത് കൈ ഇതൊക്കെ തെറ്റുണ്ട് ഓലത്തുമ്പത്തി എന്താ ഇത് ആക്ഷൻ അല്ല തരിപ്പ ഓല ഓ ഓല ആ ഓലത്തുമ്പത്തി ഓലത്തുമ്പത്തി ആ, തുമ്പിപ്പെണ്ണേ വാവാ ആ തുമ്പിപ്പെണ്ണേ വാ വാ തുമ്പി തുമ്പിപ്പെണ്ണേ വാവാ ആ കള്ളിപ്പൂ ഞാൻ പ്രാർത്ഥിക്കല്ല തെറ്റിട്ടാണ് കള്ളിപ്പൂയിലേ ഒരു വാക്ക് പറ എടേ കള്ളി എൻ അല്ല കള്ളി കല്യാണ അല്ല കള്ളി ലീ കല്ലോ ലീ ആ കല്ല്. ലീ ഏത് കളിയാതാ ഞാൻ പറഞ്ഞത് കള്ളി കള്ളി കരി കള്ളി കരിൽ കള്ളി എന്റെ പൊന്നു ലീ ഞാൻ ആ കള്ളി അലസാൻഡ്ര അല്ല കള്ളി കള്ളി ലീ 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 മോഹൻലാൽ വെച്ചില്ലേ ഒളീ സ്പൈഡർമാൻ എടേ ഇത് ആരാണ് ഈ വെച്ച് പറ കള്ളി കല്ല് കള്ളി കല്ലിൽ കള്ളി പൂങ്കുയിലേ പൂവോ ആ പൂങ്കുയിലേ ഉപ്പ ഉമ്മല്ലേ ഉമ്മയാവോ അറിയില്ല വേറെ പാട്ടിനി പറയാം നേരത്തെ ഇനിയുണ്ട്, ഇനിയുണ്ട്. സ്നേഹത്തിൻ അത് പൂന്തൂല പറഞ്ഞോളൂ ഇല്ല അടുത്ത പാട്ട് സ്നേഹം 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 ആ പൂഞ്ചോല 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 ആ പാട് സ്നേഹത്തിൻ ആ കുനുകുനെ ഏയ് കുനുകുനെ പൊരുള് കുനുകുനെ ഏ? കുനുകുനെ മോഹൻലാൽ ആ. ആ മോഹൻലാല് കുനുകുനെ യോദ്ധ ജോധ ആ കുനുകുനെ കുനു കുനു പക്ഷെ അടുത്ത സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ മിക്കവാറും അന്തുവാണ് ഇരിക്കുന്നെങ്കിൽ അവൻ എന്ത് പറ്റി? 3, 2, 1 ഓക്കെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വാലി പറ പറ വാല് വാല് ആ വാല് വാലിന്മേൽ പൂവും ഇരിക്കും പൂവ് പൂവ്. പൂവ് വാലിന്മേൽ പൂലും പൂവും വാലിട്ടെഴുതിയ വാലിട്ടെഴുതി എഴുതിയാ ആ അതെ ഏകദേശം
പാരിട്ട് പൂ എഴുതിയ പാട്ട് പാടാം. പാരിട്ട് പൂ എഴുതിയ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഒരെണ്ണം താ പ്ലീസ്. ആദ്യത്തെ വരി തെറ്റാ. അങ്ങനെ കുഴപ്പമില്ല. വാലിന്മേൽ വാലിന്മേൽ പൂവും അത് നീ ഒന്ന് ചേർത്ത് പറ. വാലിന്മേൽ പൂവും വാലിന്മേൽ ശരി പോട്ടെ, അടുത്ത പാട്ട്. അടുത്ത എന്നും നിന്നെ ഞാൻ പൊന്നു പോയി കുടിക്കാം. എന്നും നിന്നെ 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 പൂജിക്കാം. നിന്നെ പൂജിക്കാം. കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ. മഴയായി പൊഴിയാം. പുതുമഴ പുതുമഴയായി പൊഴിയാം. മറന്നിട്ടും എന്തിനോ മനസ്സിൽ മറവിക്കും എന്തിനോ എന്നൊരു പാട്ട് ഉണ്ടോ ഈ ലോകത്തുണ്ടോ? മറന്നുപോയി. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പും. ഇഷ്ടമല്ലടാ ചാഞ്ചാടിയാടി ഉറങ്ങു നീ. ചാഞ്ചാടിയാടി ഉറങ്ങിയ ഇന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം. ഇന്നത്തെ കൊന്നയ്ക്ക് കുന്നല്ലോ പറഞ്ഞത്. ആദ്യം ഫസ്റ്റ് കുന്നത്തെ എന്നെ കൊന്നു കുന്നത്തെ കൊന്നു. കൊന്നയ്ക്ക് പൊന്മോതിരം എന്റെ പൊന്നു മോളുസേ ഒന്ന് കേക്ക് നീ. കുന്നത്തെ കൊന്നു കൊന്നയ്ക്കും പൊന്മോതിരം. അത് ശരിയല്ലേ? അഡ്ജസ്റ്റ് ചെയ്യോ? കുന്നത്തെ വരി ഇതല്ല, ആ പാട്ട് കണ്ടുപിടിക്കണ്ടേ? അല്ല അവള് പറഞ്ഞില്ലേ കുന്നത്തെ കുന്നത്തെ എന്നെ കൊന്നു ചത്തിയാണ് അപ്പൊ കൊന്നു. കുന്നത്തെ കൊന്നയ്ക്കും ശരി ഓക്കേ. പാട്ട് ഇറക്കാം. പോട്ടെ. അനുരാഗം അനുരാഗവിലോചനായി ഇത് വെക്കുമ്പോ അനുരാഗമാണ്. മഹാത്ഭുതം. പറയാത്തില്ലല്ലോ. പ്ലീസ് പറയാത്തേതാ. 5 ഒരു നറുപുഷ്പമായി എന്നേക്ക് നീളുന്ന എന്നേക്കെന്ന് പറഞ്ഞില്ല, എന്നെ നീളുന്നതാണ്. ചേട്ടാ ഇനി എന്ത് പറയാനാ? പോയി എനിക്ക് ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇനി എനിക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ പറ്റുമോ? ഒന്ന് പുഷ്പം എന്ന് പറഞ്ഞേ. പുഷ്പം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോ മറ്റേ നമ്മൾ എഴുത്തിരുത്തുന്ന പരിപാടി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് പുഷ്പം ഓക്കെ. പുഷ്പം നല്ല പറഞ്ഞത്. അല്ലേ? നീ എന്താ പറഞ്ഞേ? ശരി, എന്തായാലും അടുത്ത് നമുക്ക് ഇനി ടീം സിയിലേക്ക് പോവാം.
മാത്തോ യെസ് 3, 2, 1. കൂടെ ഉണരും ഈ ഗാനം ഉണരും ഈ ഗാനം. ഒന്നാനം ഗാനം പാട് പാട്. ഗാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ. തങ്കഭസ്മക്കുറി തങ്കഭസ്മ കുറിയിട്ട തങ്കഭസ്മ കുറി 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 ആ തങ്കഭസ്മ തങ്കഭസ്മ കുറിയിട്ട കുറിയിട്ട പണ്ടൊരു കാട്ടിലൊരാൺ പണ്ടൊരു പറയാൻ അവസരം തരട്ടെ പണ്ടൊരു ഒരാൺ സിംഹം അമ്മേ ഒരു കാട്ടിലെ ഒരു ആൺ സിംഹം ഒരാൺ സിംഹം കണ്ടൊരു കാട്ടിലെ എന്നും എന്റെ കണ്ണുനീര് വരും. എന്റെ കണ്ണുനീരിൽ നിന്റെ ഓർമ്മ പുഞ്ചിരിച്ചു. ആ. എന്നും എന്റെ കണ്ണുനീർ നിന്റെ ഓർമ്മ പുഞ്ചിരിച്ചു. പോരെ അത് പോരെ. അത് മതി. അത് മതി. തേനും വയമ്പും. തേനും വയമ്പും. ഓക്കെ ഓക്കെ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണ്? പ്രേമമെന്നാൽ എന്താണ് അതെന്നെ ഓക്കെ. മഞ്ഞു പോലെ മഞ്ഞ് പോലെ മഞ്ഞ് പോലെ മഞ്ഞ് പോലെ മഞ്ഞ് മഞ്ഞ മഞ്ഞ് മഞ്ഞ് ആ മഞ്ഞ് പോലെ 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 ആ മാൻ 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 ആ മതി മതി. ശരി ശരി. കാതോടു കാതോരം. കാതോട് കാതോരം പാട് പാട്. അതെ ഇനി മിഴിയോരം നനഞ്ഞൊഴുകും. മിഴിയോരം അല്ലല്ല മിഴിയോരം നനഞ്ഞൊഴുകും. വെള്ളം ഒഴിക്കുമ്പോ നനഞ്ഞൊഴുകും നനഞ്ഞൊഴുകും ഞാൻ എങ്ങനെ ഇനി പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒഴുകും പലതും 10, 9, 8, 7, നനഞ്ഞൊഴുകും എന്റെ 5, 4, നനഞ്ഞൊഴുകും 2, 1. Time out. മിഴിയോരം പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ണിയുടെ കുടുങ്ങി. അല്ല അവസാനം പറയണേ ഇനി പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് ഒഴുകും. എന്തായാലും വാശിയേറിയ മത്സരമാണ്. രസം എന്താന്ന് വെച്ചാല് 3 ടീമുകളും 9 പാട്ടുകൾ വീതാണ് പറഞ്ഞത്. സാധാരണയിൽ നിന്ന് കുറെ സമയം 3 ടീമുകൾ എടുത്തു. അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ 3 ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 10 പാട്ടുകളിൽ 9 പാട്ടും പറഞ്ഞിരിക്കുന്ന ടീം ഒരു സംശയം വേണ്ട ടീം സി. മിഴിയോരം നനഞ്ഞൊഴുകും. ഇനിയാണ് നമ്മുടെ ഫൈനൽ റൗണ്ട് വരാൻ പോകുന്നത്. 4ാമത്തെ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ×5 ആണ്. ഈ റൗണ്ടിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റ് വെക്കുന്ന തുകയുടെ 5 ഇരട്ടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ×5. അതെ. നിങ്ങൾ 1 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും. അതാണ് എങ്ങനെയുണ്ട്? ആ ഫുൾ ഹൗസ്. അതിന് നിങ്ങളടുത്ത് എത്ര ഉണ്ട്? 40. എന്നാ 40 വെച്ച്. ഫുൾ ഹൗസ്. 40 വെച്ചു. ഇവിടെ എങ്ങനെയാ? ഇവരുടെയും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കാം. 80. നിങ്ങൾ 80 ഫുൾ വെക്കുക. ഞങ്ങളപ്പോ 80 വെക്കും. അത് വെച്ചോ. എന്റെ പൊന്നോ മാത്തു. ഇനി ഒരു അക്ഷരം മിണ്ടരുത് ഇനി, അല്ലെങ്കിൽ ആ റൗണ്ട് നടക്കൂല. എനിക്ക് അടുത്ത റൗണ്ടിൽ ആളെ വിളിക്കാറുണ്ട്. അടുത്ത റൗണ്ടിന്റെ പേര് ജോസഫ്. കുട്ടിക്ക് മലയാളം അറിയാം. ജോസഫ്
കുട്ടിക്ക് മലയാളം അറിയാം. ഒരു ചെറിയ കാര്യം പറഞ്ഞു. ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് തന്ന പോലെയായി. എടാ, സാധാരണക്കാർക്ക് കൊടുക്കുന്നതാണ് അനസ്തേഷ്യ. പക്ഷെ നിനക്കാണ് അവള് തരുന്നതെങ്കിൽ അതിന്റെ പേര് ലോക്കൽ അനസ്തേഷ്യ. ചേട്ടാ ചെറിയൊരു കാര്യം എനിക്കും. എന്താ? ഞാൻ സ്ഥിരം എല്ലാ എപ്പിസോഡും കാണുന്നു പറഞ്ഞില്ലായിരുന്നു. ഈ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കോവളത്ത് വരുന്ന എല്ലാ ആൾക്കാരത്തും കണ്ണട വെക്കാൻ പോകുന്ന ആൾക്കാർ ഇതേ ഡയലോഗ് അടിക്കും. അല്ല ചേച്ചിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ. ഞാൻ അവിടെ മേക്കപ്പ് ചെയ്യായിരുന്നപ്പോ ഞാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് മിണ്ടൊക്കെ ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കേ. പ്രതീക്ഷയില്ല. കാരണം ഇത് ബസർ റൗണ്ടാണ്. അതായത് അനസ്തേഷ്യയുടെ അടുത്ത് നമ്മളൊരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കും. ആ പാട്ട് ഏതാണെന്ന് നമ്മൾ ഗസ് ചെയ്യണം. നമ്മൾ ഗസ് ചെയ്യുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബസറിൽ അമർത്താം. കാര്യങ്ങളെല്ലാം സെറ്റ് ആണല്ലോ. എല്ലാം സെറ്റ്. അപ്പൊ ബെറ്റും കഴിഞ്ഞു. ആ സ്ഥിതിക്ക് അനസ്തേഷ്യ അങ്ങോട്ട് പോകും. ബാക്കി കാര്യങ്ങൾ നമുക്ക് follow ചെയ്യാം. നന്നായി പാടണേ. അനസ്തേഷ്യ ഹെഡ്ഫോൺ ഒക്കെ വെച്ച് റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ കാത് കൂർപ്പിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അങ്ങോട്ട് പിടിച്ചോളാം. ഓക്കെ അല്ലേ? റെഡി? അനസ്തേഷ്യ റെഡി അല്ലേ? റെഡി. തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് സോങ്. ഫസ്റ്റ് സോങ്. Wow. Check it down. Okay. Check it. അവിടെ 10 10 9 ബോധലപ്പാട്ട്. ബോധനപ്പാട്ട്. ഏത്? മഞ്ഞിൻ കണി കൊന്ന തെറ്റി. തെറ്റി. മനസ്സിലായി. ഇനി പാട്ട്. അയ്യേ കുത്ത് കരിക്കുത്ത്. ബ്ലാം ബ്ലീം ബ്ലൂം മറ്റേ ഇതല്ലേ കളിക്കണതല്ലേ? അതല്ല. രണ്ടുപേർക്കും തെറ്റി സ്ഥിതിക്ക് രണ്ടുപേരും തെറ്റിച്ചു. ഇനി നിങ്ങൾക്ക് ചാൻസ് ഇല്ലേ? നിങ്ങൾക്ക് ചാൻസ് ഇല്ല. കയറി പാടി കഴിഞ്ഞാൽ അവര് ആ പ്രൈസ് കൊണ്ടുപോകും. നിങ്ങൾ അമർത്തിയിട്ട് പാടണേ. ആ Check it down. Chinky chinky cha, chinky cha, chinky cha cha, chinky cha cha, chinky ചിങ്ക് ചക്ക് ചാക്ക് ചിങ്ക് ചക്ക ചിങ്ക് ചക്ക് ഫസ്റ്റ് വരെ ഫസ്റ്റ് വരെ. ഫസ്റ്റ് വരി. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയുന്നൊരുകി വീണുപോയി. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുറക്കു വിട്ടു കടം ഇത്ര വേഗം Next song. Next song. Premaniya, Kamara, Mandare, Nanare, Tampare, Tampare. കിട്ടി. പാട്. ആദ്യം തൊട്ടൊന്നുകൂടെ ആദ്യം. ആ ആ കോടമഞ്ഞിൻ ആരാ ഒന്ന് ആരാ? ആ എന്നാ പാട്. കോടമഞ്ഞിൻ ആ ആ ഓഹോ. റുക്സാന ഒന്ന് പാടി. ആ പാട്ട് നല്ല രസോട് കേൾക്കാൻ. പിന്നെ അതൊന്ന് പാടി. നല്ല രസോടെ പാടേ. ഇപ്പൊ പാടിക്കണ പോലെ തന്നെ പാടും. കോടമഞ്ഞിനോ താഴ്വരയിനോ കടമ്പ് പൂക്കുമ്പോൾ താനന്നാനന്ന അവന്നണിഞ്ഞു തൊട്ട് കടമ്പ് പ്രണയനില. ഞാനേ വീട്ടിൽ കരോള് പാടാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇന്നു രാവിൽ കുഞ്ഞാറ്റക്കിളികളും കാട്ടുപോകും കഥ പാടുന്നേ പൊട്ടേസ്റ്റ് എടുത്ത് കളിയാക്കാനേ. അടുത്ത പാട്ട്. మొబైల్ నా ముద్దు పేరు మొబైల్ ആ ആ
ആരാണോ ഒന്ന് ഒന്നാമത്തെ വരി ഫസ്റ്റ് ലൈൻ പാട്. ഒന്നുകൂടെ ട്യൂണ് കാണിച്ചേ. അതൊന്നും കളിക്കൂല. അയ്യോ, ആയില്ലേ? 10 പ്രക്ഷോഭനം. 9 ഒന്നാമത്തെ വരി എനിക്ക് പെട്ടെന്ന് 8 ഒന്നാമത്തെ വരി 7 പ്രക്ഷോഭണം 6 കണ്ണിൽ 5 ചിമ്മുന്ന നക്ഷത്രം 4 3 2 1 ടൈം ടൈം ഔട്ട്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രകഞ്ചനം ഓഹോ പ്രക്ഷോഭനം കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം പ്രക്ഷോഭനം ദൃഷ്ടാടനം കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം ദൃഷ്ടാപമായി തുപ്ലോദയം നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ തൂലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ കാറ്റുപോയോ പെണ്ണെ ഇഷ്ടകാന്തം നീയേ ഉള്ളിൽ തുള്ളിച്ചാടും പൂക്കും ചണ്ണം പിന്നം ചടപടയോളം കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം പ്രക്ഷോഭനം ദൃഷ്ടാടനം കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. അടുത്ത പാട്ട് മുറിയനരം ആ. മേരം മോതി ഉണ്ണി മോഹം പെയ്തു തുടങ്ങി മേഘം മേഘം പൂത്തു തുടങ്ങി ഒന്നോട് പാടേ. മേഘം പൂത്തു തുടങ്ങി മോഹം അല്ല ചേച്ചി, തെറ്റായത്. മേഘം പൂത്തു തുടങ്ങി മോഹം സത്യം പറഞ്ഞ ദൈവത്തിന് പോലും മനസ്സിലായില്ല. ഇതെങ്ങനെ ഉണ്ണി നിനക്ക് മനസ്സിലായത്? ആർക്കാ? സ്ത്രീക്കാണ് മനസ്സിലായത്. ഇടയ്ക്ക് ഏതോ ഒരു സംഗതി എവിടെയൊക്കെയോ സിമിലർ ആയിട്ട് തോന്നി. ആണോ? എവിടെ ഒരെണ്ണം പൂത്തുന്ന് എവിടെ ഓർമ്മ പൂത്തു. ഒന്ന് പൂത്തു. ഒന്നും You are കേട്ടിട്ടില്ല. amazing. Oh my God. Put your hands together for Anastasia. അടുത്ത പാട്ട്. ചക്കരക്കനാരൻ ഹിന്ദിയാണോ? മലയാളം. ആണോ? അവിടെ നിർത്തിക്കോ. See, stop me. 10 9 7 പുള്ളിക്കുയിലെ ആ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദപ പദപ പദപ. എന്തായാലും ഒരു കാര്യം പറയാം. ഇനി വരുന്ന അവസാനത്തെ പാട്ടാണ്. അവസാനത്തെ പാട്ടെന്ന് പറഞ്ഞാല് ഈ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ പാട്ട്. പ്രോത്സാഹന സമ്മാനം ആര് ജയിച്ചാലും ആര് തോറ്റാലും ശരി, നമ്മളെല്ലാവരും ഫ്ലോറിൽ പൊളിക്കും. എന്നാലും ഇത് എങ്ങനെ മനസ്സിലാവുന്നുള്ള എനിക്ക് എത്ര ആലോചന പിടുത്തം എടാ, കിട്ടുന്നില്ല. അത് മനസ്സിലാക്കുന്നിടത്താണ് വിജയത്തിന്റെ ആരംഭം. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എത്ര ആലോചന ശ്രദ്ധിച്ച് കേട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വളയ്ക്കാനല്ലേ നോക്കിയത്? ശരിക്കും ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാവണമെങ്കിൽ കണ്ടോ, അവര് കണ്ടോ, ഇവര് തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ഒരു പാട്ട് ദൈവത്തിന് പോലും മനസ്സിലാവാത്ത അവൻ പാടി. അതെ. അപ്പൊ ലാസ്റ്റ് പാട്ട് മാനേ മാനേ പേരേ ബി 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 ബി. പാട് പാട്ട്. മധുര കരിമ്പേ മലത്തേനെ വദന കുഴമ്പേ. മാത്തു, അനസ്തേഷ്യയുടെ ഇന്നത്തെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ അനസ്തേഷ്യക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര പെർഫോമൻസ്. എന്ന് മാത്രമല്ല എനിക്ക് തോന്നേ നമുക്ക് അനസ്തേഷ്യനെ കൊണ്ട് സമ്മാനം കൊടുക്കാം.
സമ്മാനം കൊടുക്കുന്നു, കയ്യടിക്ക്. ആ മാത്തു, അവരിപ്പൊ തന്നെ പങ്കിട്ടെടുത്തു 4 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷം. 4 ലക്ഷം രൂപയാണ് ടീം സി സ്വന്തമാക്കിയിരിക്കുന്നത്. ഉണ്ണി ആൻഡ് ശ്രിയ. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോപ്രസൻസ്. Let's rock and roll. Blockbuster partner YG, co-powered by Dr. Moms, cosmetic partner Dassler Echana, and breakfast partner Eastern. Dio,